സാറേ, ഇന്ന് കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി നടപടിയിൽ ഒരു നിർണായക ഇടപെടലാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടുള്ള അപ്പീലിൽ നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളോ വീണ്ടും സ്ക്രൂട്ടണിക്ക് വിധേയമാകുന്നതും നിയമപരമായി അതിന്റെ ആർഗ്യുമെന്റ്സ് ഹൈക്കോടതിയിലാണെങ്കിലും സുപ്രീം കോടതിയിലാണെങ്കിലും പൂർത്തിയാക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും നിയമപരമായി കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കോടതികളെ സംബന്ധിച്ചാണെങ്കിലും വഖഫ് ബോർഡിനെ സംബന്ധിച്ചാണെങ്കിലും സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ കഴിയും. അപ്പൊ അതുകൊണ്ട് അതിൽ യാതൊരു ആശങ്കയും അതിനകത്തില്ല. മാത്രവുമല്ല, സുപ്രീം കോടതി ഇന്ന് ഇടപെട്ടു എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ മറ്റു ഭാഗങ്ങൾ കേൾക്കാതെ നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ സാഹചര്യം ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരു സാവകാശം അല്ലെങ്കിൽ അതിന്റെ ഒരു ഹിയറിംഗ് പ്രൊസീജിയറിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളൊരു സാഹചര്യം വരുന്നത്. സ്വാഭാവികമായും നിയമപരമായി നടക്കുന്ന ഒരു പ്രക്രിയയിൽ പാസാക്കപ്പെട്ടുള്ള നിയമത്തിനപ്പുറത്തേക്ക് ബഹുമാനപ്പെട്ട കോടതികൾ പോകുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇതിന്റെ കേസിന്റെ ഹിയറിംഗ് അത് ഹൈക്കോടതിയിലാണെങ്കിലും സുപ്രീം കോടതിയിലാണെങ്കിലും ഒക്കെ പൂർത്തിയാക്കുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് നിലവിലെ നിയമ പരിരക്ഷ ഉൾപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന നടപടിക്രമങ്ങളിൽ ഒരു മാറ്റവും വരുത്താൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് താൽക്കാലികമായിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇടപെട്ടു എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുകയോ അതിൽ കൂട്ടിച്ചേർക്കൽ ഉണ്ടാവുകയോ ചെയ്യുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അത് യാതൊരു തരത്തിലും നിയമപരമായിട്ടുള്ള വശം ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള വശം എന്ന് പറയുന്നത് ഇതിൽ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യണം എന്നുള്ളതാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റായ ഒരു തീരുമാനമോ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി ഉണ്ടാകാനുള്ള സാധ്യത വളരെ ചുരുക്കമായി മാത്രമേ കാണേണ്ടതുള്ളൂ. അത് തന്നെയാണ് എന്റെയും അഭിപ്രായം. സ്വാഭാവികമായും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഇരിക്കുന്ന കേസുകൾ ഇതെല്ലാം പൂർത്തിയാകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമം ആ നിയമം നടപ്പാക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള വീഴ്ചയും സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ച് അലംഭാവം കാണിക്കാനൊന്നുമുള്ള സാധ്യത നിലവിലില്ല. ഇപ്പോൾ ഉള്ളത് ആരുടെയെങ്കിലും ജയമോ ആരുടെയെങ്കിലും പരാജയമോ അല്ല, അപ്പീലിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വസ്തുതകൾ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ള നടപടിക്രമങ്ങളിൽ എടുത്തിട്ടുള്ള ചില സ്വാഭാവികമായ നടപടിക്രമങ്ങൾ മാത്രമാണത്. അതിൽ നിയമപരമായതോ അതല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് പോയിന്റ് എന്നുള്ള നിലക്ക് കൺസിഡർ ചെയ്യപ്പെടേണ്ട എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള ഒരു വസ്തുത തീരുമാനിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും സുപ്രീം കോടതിയിലാണെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലാണെങ്കിലും ഒക്കെ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമം എന്ന് പറയുന്നത് അതിൽ അംഗങ്ങളെ നിയമിക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ്. അതിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇതിന്റെ ഹർജി പൂർത്തീകരിക്കുന്ന സമയത്ത്, അതായത് അന്തിമമായ ഒരു നടപടിക്രമത്തിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല.